പല പേഴ്സണാലിറ്റീസ് ആണല്ലോ. അപ്പോൾ ചില ആൾക്കാർക്ക് സ്വർണത്തിനോടുള്ള അമിതമായ താല്പര്യം കൊണ്ട് അത് വിറ്റ് വീടായിട്ട് വസ്തുവായിട്ട് മേടിച്ച് വീടായിട്ട് താമസിക്കുന്നെങ്കിലും എൻ്റെ സ്വർണം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു വേവലാതിയായിരിക്കും ഇവർക്ക്. ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കും. കാര്യം നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വർണ്ണമാണ്. പക്ഷേ വീട് പെട്ടെന്ന് ഒരു ജോയിൻ്റ് അക്കൗണ്ടിലൊക്കെ ഇരിക്കുന്ന ജോയിൻ്റ് ഇതിലിരിക്കുന്ന സമയത്ത് ഒരു വീട് പെട്ടെന്ന് പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ചില ഇഷ്യൂസും പൊതുവിൽ നമ്മൾ ഇതിൽ കാണാറുണ്ട്. സ്വർണം എന്ന് പറയുന്ന ഒരു അഷ്വേർഡ് അസറ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും എപ്പോഴും സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. അതേസമയം വീട് നമുക്കൊരു വീട് ആവശ്യമാണല്ലോ താമസിക്കാനായിട്ട്. ലാൻഡ്, ഗോൾഡ്, ഇതിന്റെ രണ്ടും എപ്പോഴും വാല്യൂ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഒരു വീടാകുമ്പോൾ അതിന് ഡിപ്രീസിയേഷനാണ് വരുന്നത്. അപ്പോൾ സ്വർണം ഒരു പ്രധാന അസറ്റ് തന്നെയാണ്. ശരിയാണ് ആ പറഞ്ഞത്. ഞാൻ ഇപ്പം മാഡം പറഞ്ഞല്ലോ, ഇപ്പം നമ്മളിപ്പോൾ വീട് വെക്കുകയാണെങ്കിൽ കുറച്ച് ദൂരെയായിട്ട് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെ ആളുകളില്ലാതെ കുറച്ച് സെപ്പറേഷനായിട്ട് താമസിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. പക്ഷെ അതിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സുള്ള കപ്പിൾസിനെ ഞാൻ ഇപ്പം കാണാറുണ്ട്. അപ്പം ഞാൻ കണ്ട ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കുട്ടികളെ സംരക്ഷിക്കാൻ ആരുമില്ല. കാര്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എംപ്ലോയീസ് ആയിരിക്കും. അത് വളരെ ദൂരെയൊക്കെ ആയിരിക്കാം വർക്ക് ചെയ്യുന്നത്. വെച്ചാൽ ട്രിവാൻഡ്രത്ത് തന്നെയാണെങ്കിൽ പോലും ചിലപ്പോൾ വളരെ രാത്രി വൈകിട്ട് 8 മണിക്ക് വീട്ടിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് ഇവർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ പോലും അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അവർ അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷനാണ്. അപ്പം ജീവിതം വെറും ഒരു മെക്കാനിക്കലായിട്ട് മാറുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലൊക്കെ ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ഒരു സമാധാനമാണ്. കുട്ടി സ്കൂൾ വിട്ടായാലും എൻ്റെ അമ്മയുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മ നോക്കാനുണ്ട്, അവർ ആവശ്യ കുട്ടിയെ ഒന്ന് കുളിപ്പിച്ച് നിർത്തും, ട്യൂഷനൊന്ന് പറഞ്ഞയക്കും. അപ്പോൾ അങ്ങനത്തെയും ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ലേ? മാഡം പറഞ്ഞത് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇവർ തമ്മിലുള്ള ഫാമിലി ലൈഫിൽ ഇൻ്റർഫിയറൻസ്, ഇൻലോസിൻ്റെ ഇൻ്റർഫിയറൻസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെങ്കിലാണ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്മൂത്ത് ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവർ മറ്റാരെക്കാളും നമ്മളൊരു രൂപ കൊടുത്തൊരു മെയ്ഡിനെ വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഡേ കെയറിൽ കൊണ്ട് ആക്കി കഴിഞ്ഞാലോ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് കിട്ടുന്ന സ്നേഹമോ പരിഗണനയോ കിട്ടില്ല. അവർ നമ്മൾ കൊടുക്കുന്ന രൂപയ്ക്ക് കുട്ടിയെ നോക്കുന്നു, അത്രയേ ഉള്ളൂ. ഇത് അവർ കുറേ കൂടെ, മാഡം പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയാണ്. അത് പക്ഷേ ആ റിലേഷൻ എല്ലാം ആശ്രയിക്കുന്ന ആ ട്രസ്റ്റിനെയും റിലേഷനെയും ആശ്രയിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഈ ഇൻലോസിൻ്റെ ഇൻ്റർഫിയറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ള കാലയളവിൽ ഇപ്പോൾ അടുത്ത് താമസിച്ചാലും ദൂരെ താമസിച്ചാലും ഒരുപോലെ തന്നെയാണ്. ഫോൺ വഴി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും. പക്ഷേ ഈ പാരൻസ് വില്ലിങ് ആണെങ്കിൽ കുഞ്ഞുങ്ങളെ വളരെ സുരക്ഷിതരാണ്. പ്രത്യേകിച്ച് ഈ കാലയളവിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നത് ആൺകുട്ടിയായാലും, പണ്ടൊക്കെ പെൺകുട്ടികളെ മാത്രമായിരുന്നു, ഇപ്പോൾ ആൺകുട്ടികളെയായാലും പെൺകുട്ടികളെയായാലും ദുരുപയോഗം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ദിവസവും 3-4 കേസുകൾ, അത് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെയാണ്. അപ്പോൾ അത് മാഡം പറഞ്ഞ സജഷനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് നോക്കാൻ വില്ലിങ് ആണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല അവർക്ക് ആ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാം. വേറെ ആരുമല്ല നോക്കുന്നത്, വീട്ടിൽ തന്നെ ഉണ്ട് കുഞ്ഞുങ്ങൾ, എൻ്റെ അമ്മയാണ് നോക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അമ്മായി അമ്മയാണ് നോക്കുന്നത്, കുഞ്ഞുങ്ങൾ സേഫാണ് എന്നുള്ളത് അത് സത്യം തന്നെയാണ് ആ പറഞ്ഞത്. ചില കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ്ഫർ ആയി പോകും. ചിലപ്പോൾ അമ്മയായിരിക്കും ട്രാൻസ്ഫർ ആയി പോകുന്നത്, അച്ഛൻ സ്ഥലത്തുണ്ടാവും. അവർ വളരെ സ്ട്രഗിൾ ചെയ്യും വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയേ. അപ്പം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അമ്മ ഒന്ന് വെള്ളിയാഴ്ച വരുന്നു, അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞായറാഴ്ച മടങ്ങിപ്പോകുന്നു. അവിടെ കുട്ടികളുമായിട്ടൊരു ക്വാളിറ്റി ടൈമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അമ്മയും ഫ്രസ്ട്രേറ്റഡ് ആണ്. കാര്യം പല ഫ്രസ്ട്രേഷൻസാണ് അവസാനം കൊണ്ടുവന്ന് ഒരു വേർപിരിയുന്ന അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതെ, മോഡേൺ ഫാമിലിയിൽ വന്ന ആ ഒരു പ്രധാന പ്രശ്നം അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളപ്പോൾ പിള്ളേരുടെ കാര്യം ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അന്നൊക്കെ ഒരുപാട് ഇതുപോലെ സ്ത്രീകൾ വർക്ക് ചെയ്തിരുന്നില്ല. അന്ന് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ കുറവുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്, അപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഈ വെള്ളിയാഴ്ച വരുന്ന ഞായറാഴ്ച വരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ അവർക്ക് ജോലിയുണ്ടല്ലോ, അവർക്കൊരു മെയ്ഡിനെ വെച്ച് ഫുഡ് പ്രിപ്പറേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങൾ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെറിയ യാത്രകൾ പോവുകയോ
അവരുമായിട്ട് സംസാരിക്കാനായിട്ട് പാർക്കുകളിൽ പോവുകയോ ഒക്കെ ചെയ്യാം. അവർ ക്വാളിറ്റി ടൈം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങളുടെ, മാഡത്തിന് എന്നെക്കാളും നന്നായിട്ട് അറിയാം, എൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ളത് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സ്നേഹവും അമ്മയുടെ പരിചരണവും എല്ലാം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ്. കുഞ്ഞുങ്ങളല്ല, കുറച്ച് വലുതായി കഴിഞ്ഞാലും കുട്ടികൾ എപ്പോഴും അമ്മയുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ തന്നെയാണ്, അല്ലേ? അത് ഞാൻ പറഞ്ഞ ശരിയല്ലേ? അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കുട്ടികളുടെ വളർത്തുന്ന ഈ സമയത്തൊക്കെ. പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് ഇപ്പം അതൊക്കെ കിട്ടാതെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് മാറി നമുക്ക് കുറച്ചും കൂടെ കുട്ടിയെ അടുത്തിരുത്തിയും നമുക്ക് സ്നേഹിച്ചും അവന് ആവശ്യമുള്ളത് പറഞ്ഞ് നമ്മൾ വെറുതെ ഇപ്പോൾ പാരൻസിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടി മാർക്ക് കിട്ടുന്നുണ്ടോ, കുട്ടി എന്ത് മാർക്ക് കുറഞ്ഞു പോയാൽ പ്രശ്നം, ഇങ്ങനെയുള്ളതിനപ്പുറത്തേക്ക് അവിടെ ഒരു സ്നേഹത്തോടെയുള്ള ഒരു സംസാരം ഉണ്ടാവുന്നില്ല. മാഡം പറഞ്ഞത് ശരിയാണ്. പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ കണ്ടത്, പണ്ട് വായനാശീലം ഉണ്ടായിരുന്നു കുട്ടികളുടെ ഇടയിൽ, ഇപ്പം അതില്ല. അതിപ്പോൾ പ്രധാനമായിട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വായനാശീലം ഒഴിവായത് ഞാൻ പറയും കോവിഡ് കാലഘട്ടത്തിൽ എല്ലാം ഓൺലൈനിലായിരുന്നു. ഈവൻ സ്കൂൾസും കോളേജസും ഉൾപ്പെടെ പോയിക്കൊണ്ടിരുന്ന ഓൺലൈൻ ക്ലാസ്സസ് വഴിയായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഒരു അഡിക്ഷൻ, മാഡത്തിന് എന്നെക്കാളും നന്നായിട്ട് അഡിക്ഷനെ പറ്റി അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ അഡിക്ഷൻ കുട്ടികളുടെ ആ ഒരു എന്താണ് പറയുന്നത്, ശ്രദ്ധക്കുറവ് വരെ ഉണ്ടാക്കുന്നതിൽ ഒരു ഉണ്ടാവുകയും, പിന്നെ അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ, മുമ്പ് നമ്മൾ അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരുന്ന നമ്മൾ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് നിർബന്ധിതരായി. അപ്പോൾ ആ ഒരു കാരണമാണ് കുട്ടികളുടെ ഈ വായനാശീലം കുറയാനായിട്ട് പ്രധാനമായിട്ടുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി മാഡത്തിന് എന്താ പറയാനുള്ളത്? അതെ, ഞാൻ ഇപ്പം കാണുന്ന ഒരു കാര്യം, കുട്ടികൾ വായിക്കുന്നുണ്ട് അവരുടേതായിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ള ചില പുസ്തകങ്ങൾ. ചില കുട്ടികൾ വന്ന് പറയണ കേട്ടാൽ നമുക്ക് പോലും നമ്മൾ അവർക്കൊപ്പം അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വേണ്ടത്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ചില പാരൻസിനെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത് പോലും ഇഷ്ടപ്പെടാറില്ല. കാര്യം അതിലിച്ചിരി ക്രൂരമായിട്ടുള്ള മുഖഭാവമുള്ള കാർട്ടൂൺസ്, അത് വച്ചിട്ട് കുട്ടികൾ വീണ്ടും ആ പടം വച്ചിട്ട് വീണ്ടും വരയ്ക്കുന്നു. അതെല്ലാം കാണുമ്പോൾ കുട്ടികൾക്ക് എന്തോ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ ബാലരമ, ഇങ്ങനെയുള്ള പൂമ്പാറ്റ, അമ്പിളിയമ്മാവൻ, അപ്പം ആ കാർട്ടൂണിലൂടെയാണ് ചിലപ്പോൾ ഞാനും മേഡം ഒക്കെ വളർന്നു വന്നിട്ടുള്ളത്. അതെ, നമ്മളൊക്കെ അത് ഭാവനയിലാണ് കണ്ടിരുന്നത്. ഇവരിപ്പോ അത് ടിവിയിലും അവരുടെ വിരൽത്തുമ്പി തന്നെ ഉണ്ട് സംഗതികള്. പക്ഷെ അങ്ങനെയുള്ള ഒരു ഇഷ്ടത്തിനപ്പുറം ആണ് ഇപ്പൊ കുട്ടികൾ ആധുനികമായിട്ടുള്ള യന്ത്രമനുഷ്യൻ്റെയും അങ്ങനെയുള്ള അവരൊരു മെക്കാനിക്കൽ രീതിയിലുള്ള ഒരു കഥാപാത്രങ്ങളെ മനസ്സിൽ കാണുകയും അതനുസരിച്ചായി പോകുന്നു പെരുമാറ്റം ചില കുട്ടികൾക്ക്. അപ്പം വായനാശീലം കുറച്ചൊന്ന് കുറയുന്നുണ്ട്. അക്കാഡമിക്കിനപ്പുറത്തേക്കൊരു വായന ഉണ്ടാവുന്നില്ല. അപ്പം ഈ ദൂരെ പാരൻസൊക്കെ പുറത്തേക്ക് ജോലിയുള്ള ആൾക്കാരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലംസ് ആയിട്ട് ഞാൻ കാണുന്നത്, അവർ സ്കൂൾ വിട്ട് വന്ന വീട്ടിൽ ആരുമില്ല, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് വീട്ടിലെ. അവർ ഇരുന്ന് അപ്പം പറയും മൊബൈൽ കൊടുത്തിട്ടില്ല കുട്ടികൾക്ക്. മൊബൈൽ കൊടുക്കണ്ടല്ലോ, ഇപ്പം ആൻഡ്രോയിഡ് TV ആയതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചാനലൊക്കെ അവിടെ കിട്ടും. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, അവർക്ക് ഓൺലൈൻ ഗെയിം കളിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ള ഗെയിം, റെക്കോർഡഡ് ഗെയിം ഇവർ ലൈവായിട്ട് കാണുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിലും കുട്ടികൾ പതുക്കെ പതുക്കെ ഗെയിമിലേക്ക് പോവുകയും ഗെയിം ഫോൺ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് സങ്കടപ്പെടുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഫ്ലാറ്റിലാണെങ്കിൽ പോലും അവിടുത്തെ കുട്ടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ വീട്ടിലെ കുട്ടിക്ക് പാരൻസ് മൊബൈൽ ഫോൺ കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ട് കുട്ടി ഡിപ്രസ്ഡ് ആവുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇവന് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവൻ എന്തോ മോശപ്പെട്ടവനാണെന്ന് ഈ കുട്ടി മനസ്സിലൊരു ചിന്തകളുണ്ടാവണം. അതും ഒരുപാട് കുട്ടികളെ മാനസികമായിട്ടൊക്കെ വിഷമതകളിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മാരേജ് ഇഷ്യൂസിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കുട്ടിയെ വളർത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം അമ്മ എന്തെങ്കിലും വഴക്ക് പറയും, അച്ഛൻ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അച്ഛൻ വഴക്ക് പറയുമ്പോൾ അമ്മ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതെല്ലാം പിൻകാലത്ത് ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇഷ്യൂ എന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ മാഡം? അതെ, മാഡം പറഞ്ഞത് ശരിയാണ്. എന്ന് പറഞ്ഞാൽ
പാരൻസിന് എപ്പോഴും കുട്ടികളെ വളർത്തുന്നതിൽ ഒരു ആറ്റിറ്റ്യൂഡേ ഉണ്ടാവാൻ പാടുള്ളൂ. രണ്ടുപേർക്കും ഒരേ അഭിപ്രായമായിരിക്കണം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ. അവർ തമ്മിൽ പല കാര്യങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ കുഞ്ഞിൻ്റെ മുന്നിൽ സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങളിൽ അവർക്കത് ചർച്ച ചെയ്ത് പരിഹരിക്കാം. പക്ഷെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവരുടെ മുന്നിൽ വെച്ച് അച്ഛനും അമ്മയ്ക്കും രണ്ട് ആറ്റിറ്റ്യൂഡാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ പ്രത്യേകിച്ച് നമ്മളെക്കാൾ വളരെയധികം ബുദ്ധിപരമായിട്ട് അവർ മുന്നിലാണ്. അവരത് യൂട്ടിലൈസ് ചെയ്യും. അച്ഛൻ അവരെ പാമ്പർ ചെയ്യുന്നു, അമ്മ സ്ട്രിക്റ്റ് ആകുന്നു എന്ന് വരുമ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും അച്ഛനോട് സ്നേഹം തോന്നുകയും അമ്മയോട് വിരോധം തോന്നുകയും ചെയ്യും. അവരത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. അത് അപ്പോൾ അമ്മയ്ക്കത് ഫീൽ ചെയ്യും. സ്വാഭാവികമായിട്ട് സ്ത്രീകൾ സഹജമായിട്ട് കുറച്ച് സ്ത്രൈണതയുള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ച് ആർദ്രമായിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും. അപ്പോൾ അവർക്കത് ഫീൽ ചെയ്യും. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടും എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് ആ പരിഗണന കിട്ടുന്നില്ല എന്നുള്ളതുണ്ടാകും. അപ്പോൾ അത് ക്രമേണ അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടെത്തിക്കും.